അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിന്റെ മൊഴിയെടുപ്പിന് ശേഷം അദ്ദേഹം തിരികെ ഇറങ്ങി വരുന്നു. അദ്ദേഹം താൻ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു, മറ്റൊന്നും പറയേണ്ടതില്ല എന്ന് പറയുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, ഞാൻ കട്ടുകൊണ്ടുപോയതല്ല, എന്റെ കൈവശം തന്നുവിട്ടതാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മാനുവൽ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. എന്റെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഹാജരായിരുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. ഈ ഉത്തരവാദിത്വമൊക്കെ പക്ഷെ കുറച്ച് ആളുകൾക്കുണ്ടായിരുന്നു. ശമ്പളം, ആനുകൂല്യം, വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചെയ്യുന്ന പണി എന്താണോ അതിന് കൂലി വാങ്ങുന്ന ആളുകൾ, അവരാരും അത് ചെയ്തില്ലെങ്കിൽ അതിന് ആര് ഉത്തരവാദിത്വം പറയും? അവരോട് ആര് ചോദിക്കും? ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഈ ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഇടയ്ക്ക് ശബരിമലയിൽ ഒരു രേഖയില്ല, ഒരു കണക്കുമില്ല എന്ന രൂപത്തിൽ രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ മാതൃഭൂമി ഒരു വാർത്ത പുറത്തുവിട്ടു. സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്ത് കോടിക്കണക്കിന് രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്ന്. താങ്കൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ ഒരു സർക്കുലറും പുറത്തിറക്കി, ഒരു ഉത്തരവും പുറത്തിറക്കി. അതിൽ ഒരിടത്തും സർപ്ലസ് ഫണ്ട് എന്നൊരു വാക്ക് ഞാൻ കണ്ടില്ല. ഇന്ന് പകല് മുഴുവൻ ലക്ഷക്കണക്കിന് ഭക്തരിലേക്ക് ആഗോള സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചതെന്നും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ അനുവാദത്തോടെ മാത്രം ചെയ്യേണ്ട തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിന്റെ സെക്ഷൻ 26 പ്രകാരം മാത്രം വിനിയോഗിക്കേണ്ട ആ സർപ്ലസ് ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നും കോടതിയെ കബളിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ആ വാർത്ത വന്നത്. അത് തികച്ചും തെറ്റായിട്ടുള്ള വാർത്തയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി കിട്ടിയ അവസരം പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനൽ നടത്തിയ പ്രചരണമാണ് എന്ന് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരിക്കലും സർപ്ലസ് ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ ചെലവഴിച്ചിട്ടില്ല, അത് ചെലവഴിക്കുകയില്ല. 2019 ഹൈക്കോടതിയുടെ വിധി പ്രകാരം അത്തരത്തിൽ മുൻകൂർ അനുവാദമില്ലാതെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാണ്. 2019 കോവിഡ് കാലത്ത് അതിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർക്കുലർ ഇറങ്ങിയപ്പോൾ വിശദമായിട്ട് അതിന്റെ ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത വാർത്ത ഒരു വ്യാജ വാർത്തയാണ്, തെറ്റായ വാർത്തയാണ്, ഒരു തരത്തിലും സത്യവുമായിട്ട് പുലബന്ധമില്ലാത്ത വാർത്തയാണ് എന്ന് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടേ അങ്ങയുടെ അവസരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ അപേക്ഷിക്കുന്നു. ഞാൻ അതിലേക്ക് വരാം, വെക്കട്ടെ. ഇവിടെ 3-4 പേർ പറഞ്ഞല്ലോ, വായി കിട്ടിയതെല്ലാം അങ്ങ് അടിച്ചല്ലോ, ദേവസ്വം ബോർഡ് വലിയ പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞ് ശബരിമലയിലേക്ക് ഒരു ഭക്തരും പോകരുതെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ക്ഷമ വേണം ഇച്ചിരി. കോൺഗ്രസിന്റെ പ്രതിനിധി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 3-4 ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ചെമ്പുപാളിയാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത് എന്ന് രജിസ്റ്ററിൽ ഉൾപ്പെട്ട കാര്യവും അതുപോലെ തന്നെ മാനുവലിന് വിരുദ്ധമായി അത് പുറത്തേക്ക് കൊണ്ടുപോയ കാര്യവും 29 ദിവസം കൈവശം വച്ച കാര്യവും അവിടെ തൂക്കത്തിൽ ചെമ്പിന്റെ തൂക്കത്തിൽ ഉണ്ടായിട്ടുള്ള കുറവും തിരിച്ചു കൊണ്ടുവന്നപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ വീണ്ടും അതിന്റെ തൂക്കം നോക്കിയിട്ടില്ലെന്നുള്ള കാര്യവും ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ടാണ് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി അവതരിപ്പിച്ചോട്ടെ. ചിലപ്പോൾ അദ്ദേഹം ഈ ചർച്ചയിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. 3-4 ദിവസമായി ഞങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചതാണ്. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ദേവസ്വം കമ്മീഷണറും വിജിലൻസും എല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഈ വസ്തുതയാണ്. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഒരാളെ പോലും സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കില്ല, ശരിയുടെ നിലപാട് മാത്രമേ സ്വീകരിക്കൂ. ആരൊക്കെ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ കൃത്യമായി തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. പിന്നെ അങ്ങ് ചോദിച്ചു എന്തുകൊണ്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇവിടെ ഇന്ന് ദേവസ്വം ബോർഡ് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഹൈക്കോടതിയോട് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനുള്ള അനുവാദം ചോദിക്കുക. കാരണം ഈ അന്വേഷണം എല്ലാം ഇപ്പോൾ നടക്കുന്നത് ഹൈക്കോടതിയുടെ സർവൈലൻസിലാണ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു റിട്ടയർഡ് ജഡ്ജിയെ തന്നെ ഇത് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ നിയമ സംവിധാനത്തിന് അധികാരമില്ല. കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആ അനുവാദം കോടതിയിൽ ചോദിച്ച് അത് കിട്ടുന്ന മുറയ്ക്ക് ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തും എന്നതാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോ അല്ലല്ല, ഹൈക്കോടതി ഈ പറയുന്ന ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനല്ല, അങ്ങത് ആവർത്തിച്ചു പറയുന്നു. അത് അവിടെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അന്വേഷണത്തിനാണെന്ന് പറയുന്നത്? ഞാൻ പറയാം.
അല്ല, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, വാചകം വായിച്ച് തന്നെ സൂചിപ്പിച്ചല്ലോ, അന്വേഷണം നടത്തുന്നത് ദേവസ്വം വിജിലൻസ് തന്നെയാണ്. ആ 8ാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയതിനാൽ അതിന് മുകളിൽ അന്വേഷണം പറ്റില്ല എന്ന്. ഏത് അന്വേഷണത്തിനാണ് ഈ ജസ്റ്റിസ് കെ ടി ശങ്കരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഏത് അന്വേഷണത്തിനാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ? യെസ്, രണ്ട് ഞാൻ പറയാം, താങ്കൾ ക്ഷമ കാണിക്കൂ. ഇതിന്റെ 8ാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കണേ? So far as ongoing, ഒറ്റ മിനിറ്റ് കേൾക്കൂ. ഇതെന്തിനാ ഇത്ര അക്ഷമ കാണിക്കണത്? എന്തിനാണ്? ഒരു മര്യാദ കാണിക്ക്. So far as the ongoing preliminary inquiry as ordered by us is concerned, the chief vigilance and security officer bracket superintendent of police shall proceed diligently and expeditiously. ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വിളിച്ചയാളല്ലേ മണിക്കൂറുകളുടെ ചോദ്യം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇമാതിരി കള്ളം പറഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങ് ആദ്യം പറഞ്ഞു ജഡ്ജി അന്വേഷിക്കുന്നുണ്ട്, അതിന് പുറത്ത് അന്വേഷണം പറ്റില്ല എന്ന്. ഞാൻ അങ്ങയോട് ചോദിച്ചു ജഡ്ജി എന്താണ് അന്വേഷിക്കുന്നത്? അപ്പൊ അങ്ങ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉത്തരവ് വായിച്ച് കേൾപ്പിക്കാം. ഇവിടുത്തെ പൊട്ടന്മാര് കുത്തിയിരിക്കുന്നുണ്ടോ? അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ ഈ രണ്ട് സൈഡും കൂട്ടിക്കലർത്തി ഒരു പ്രത്യേക രൂപത്തിൽ പറയുന്ന ആ രീതി. ഒരു മിനിറ്റ് താങ്കൾ കേൾക്ക്, എന്നിട്ട് പറ. ഈ പ്രസംഗം കേൾക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, പക്ഷേ ഇത് കേൾക്ക്. ഇവിടെ ഈ ഇൻവെന്ററി പരിശോധിച്ച്, തിരുവാഭരണ രജിസ്റ്റർ പരിശോധിച്ച്, ആ രജിസ്റ്ററിൽപ്പെട്ട മുഴുവൻ ഉരുപ്പടികളും ഇതിന്റെ സ്റ്റോർ റൂമിൽ ഉണ്ട് എന്ന് വന്നാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്ന ദ്വാരപാലക ശില്പത്തിൽ പൂശിയിരിക്കുന്ന സ്വർണ്ണമടക്കമുള്ള ആ ഇൻവെന്ററിയിലുള്ള അല്ലെങ്കിൽ രജിസ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളും അവിടത്തെ സ്റ്റോർ റൂമിൽ നിന്ന് കണ്ടെത്തിയാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെല്ലാം അപ്പൊ 17-ാം തീയതി പുനഃസ്ഥാപിക്കാൻ പോകുന്ന പാളി ഏതാണ്? ഈ പറയുന്ന പാളി സ്റ്റോർ റൂമിൽ, സ്ട്രോങ് റൂമിൽ ഉണ്ടെങ്കിൽ 17-ാം തീയതി പുനഃസ്ഥാപിക്കാൻ പോകുന്ന പാളി ഏതാണ്? 2 പാളി ഉണ്ടോ? ഇത് ഒറ്റ മിനിറ്റ്, ഇത് പരിശോധിക്കട്ടെ. ഇതിവിടെ ഒറ്റ കാര്യം, വാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വാതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ഒറ്റ മിനിറ്റ്, ഇവിടെ ശ്രീകോവിലിന്റെ വാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വാതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടല്ലോ. കാരണം വിജയ് മല്യ സ്വർണം പൂച്ചി തന്ന വാതിൽ, അതുകൂടാതെ എക്സ്ട്രാ ആയി മറ്റൊരു വാതിൽ കൂടിയാണ് ഇപ്പോൾ ജയറാം അടക്കം വീടുകളിൽ കൊണ്ടുപോയി പൂജിച്ചു കൊണ്ടുവന്നതായി 2 ദിവസം മുമ്പ് വന്ന റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വസ്തുവകകളും ആഭരണങ്ങളും തിരുവാഭരണ രജിസ്റ്ററും അളന്ന് തിട്ടപ്പെടുത്തുവാനും ഇൻവെന്ററിയിൽ ഉള്ളത് കൃത്യമായി സ്റ്റോർ റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന സംവിധാനം ഒരു ഭാഗത്ത് കൂടി നടക്കുന്നു. 99-ൽ മല്യ സ്വർണം പതിച്ചു നൽകിയ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ അടക്കമുള്ളവ ഇളക്കി കൊടുക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുള്ള ചെയ്യുന്നത്. അപ്പോഴവിടെ ഈ പറയുന്ന കൃഷ്ണശിലയിലുള്ള ദ്വാരപാലക ശില്പം മാത്രമാണ് അവശേഷിക്കുന്നത്. അത് തിരികെ കൊണ്ടുവന്ന് സ്വർണം പതിപ്പിച്ച, സ്വർണം പൂശിയത് വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഈ 2025-ൽ അവിടെ നിന്ന് അത് വീണ്ടും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ആ സമയത്ത് ഈ പറയുന്ന ദേവസ്വം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല കൊണ്ടുപോകുന്നത്. അവിടെ 2 പാളികൾ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങേക്ക് എവിടെ നിന്നെങ്കിലും ഔദ്യോഗികമായി കിട്ടിയതാണോ? അതോ എത്ര പാളിയുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നില്ല, ദേവസ്വം ബോർഡിന് അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ഈ വിവാദം ഉണ്ടായപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഈ ഉദ്യോഗസ്ഥർക്കോ മെമ്പർക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഒക്കെ അയ്യോ 2 പാളി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ തീർന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ഇല്ല, ഇതൊക്കെ നിങ്ങൾ 14 പാളിയുടെ പീസാണ് കൊണ്ടുപോയത്. അതിൽ 2 പീസ് മാത്രമാണ് 2ാം തവണ കൊണ്ടുപോകുമ്പോൾ 40 കൊല്ലം ഗ്യാരണ്ടി ഉണ്ട് എന്ന് അവകാശപ്പെട്ട, അത് സ്പോൺസർ തന്നെ അവകാശപ്പെട്ട, കമ്പനി അവകാശപ്പെട്ട, അത് ആ ഗ്യാരണ്ടി കാർഡ് സ്പോൺസറുടെ പേരിലുള്ള സംവിധാനം, അതാണ് 2025-ൽ. കാരണം 40 വർഷം സ്പോൺസർ കൃത്യമായി ഗ്യാരണ്ടി പറഞ്ഞിട്ട് 7ാം വർഷം തന്നെ അതിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ അത് ഇളക്കിയെടുത്ത് കൊണ്ടുപോകാനും ആ സ്പോൺസറുടെ ഉത്തരവാദിത്വത്തിൽ ഗ്യാരണ്ടി കാർഡ് വെച്ച് തന്നെ വീണ്ടും ചെയ്യാനുള്ള സംവിധാനവുമായിട്ട് മുന്നോട്ട് പോയത്. അതിലൊന്നും ഒരു തർക്കമില്ല. ഇതിപ്പോ നിങ്ങൾ പറയുന്നു, നമ്മൾ പറയുന്നു, കൃത്യമാണ്. അത് ഹൈക്കോടതി സ്പെഷ്യൽ ഓഫീസറുടെ മുൻകൂർ അനുവാദം മേടിച്ചിട്ടില്ല എന്ന ഒറ്റ പ്രശ്നമാണ് 2025-മായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഡെലിംഗ്വന്റായി അല്ലെങ്കിൽ കുറ്റാരോപിതനായി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. 2019-ലെയും പ്രശ്നം ആരുടെയും, 2025 മാത്രമല്ല 2019-ലെയും പ്രശ്നം കൃത്യമായ അനുമതിയോ കണക്കോ ഇല്ലാതെ കൈനീട്ടി വന്ന ഒരാൾക്ക് അത് എടുത്തു കൊടുത്തു എന്നുള്ളിടത്താണ് പ്രശ്നം. ആ പ്രശ്നം 2025-ൽ വീണ്ടും ആവർത്തിച്ചു എന്ന് പറയുന്നതാണ് അതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇത് നോക്കൂ, അവിടെ 2 സെറ്റ് പാളികളുണ്ടോ? അവിടെ 12 അതായത് 2019-ൽ ഇത് കൊണ്ടുപോകുമ്പോൾ
ഒന്ന് മാനുവലിന് വിരുദ്ധമാണ്, അത് സമ്മതിക്കുന്നു. മാനുവലിന് വിരുദ്ധമായി സംഭവിക്കാൻ പാടില്ല. പക്ഷേ 2019 ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമില്ല. ഹൈക്കോടതി 2023 ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സർവൈലൻസിലെ പറ്റുള്ളൂ എന്നുള്ള കാര്യം 2023 വിധിന്യായത്തിലാണ്. 2019 ഹൈക്കോടതിയുടെ മുൻകൂർ അനുവാദം വേണം എന്നുള്ള ഒരു കണ്ടീഷൻ ഇല്ല. 2025 ഇളക്കിയെടുക്കുമ്പോൾ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ അനുവാദമില്ല. പക്ഷേ പിറ്റേ ദിവസം റിട്ടേൺ ആയിട്ടുള്ള അനുവാദത്തോടെ തന്നെയാണ് അത് വീണ്ടും പൂശാനായിട്ട് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഹൈക്കോടതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള രേഖ സമർപ്പിച്ചിട്ടുള്ളതാണ്. അല്ല, അങ്ങനെ ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയാണെങ്കിൽ ഹൈക്കോടതി എന്തിനാണ് അതിൽ സുവമോട്ടോ പ്രകാരം കേസ് എടുക്കുന്നത് എന്നൊരു കാര്യമുണ്ട്. അതോ ഈ പറയുന്ന വിവരങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണോ അവിടെ ബെഞ്ചിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി മാനുവലാണ് അന്നുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ മാനുവൽ ലംഘിക്കരുത്. 2023 ഞാൻ അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന 2019 കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് കിട്ടാതെ അനുമതി ഇല്ലാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് പുതിയൊരു വിവരമായി അങ്ങ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ അത് പഴയ വിവരം എന്ന നിലയ്ക്ക് തന്നെയാണ് അംഗീകരിക്കുന്നത്. 2019 മാനുവൽ ലംഘനമുണ്ടായി. 2025 കോടതി നിർദ്ദേശത്തിന്റെ ലംഘനമുണ്ടായി. സർവ്വതും ലംഘിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കിയത് ആർക്കു വേണ്ടി എന്നുള്ളതാണ് ചോദ്യം. കോടതി ഉത്തരവിൽ കോടതി വ്യക്തമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കൊണ്ടുപോയതാണോ തിരികെ കൊണ്ടുവന്നത് എന്നുള്ള സംശയമുണ്ട് എന്നുള്ളതാണ്. ആ സംശയം സാധൂകരിക്കുന്നതാണ് ബാംഗ്ലൂരു കഥയും സ്മാർട്ട് ക്രിയേഷൻസിലെ പുതിയ ചെമ്പിൽ പൂശിയ സ്വർണവും 49 പവന്റെയും ഒക്കെ കണക്ക്. അപ്പോ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ആ പാളികൾ എവിടെ എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും. സ്ട്രോങ് റൂമിലുണ്ടെങ്കിൽ സ്ട്രോങ് റൂം പരിശോധന നടത്തി. പീഠവുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂം പരിശോധന നടത്തി. ദേവസ്വത്തിന്റെ വിജിലൻസ് കണ്ടില്ല ഈ പാളിയൊന്നും സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ രാത്രി ആരെങ്കിലും കൊണ്ടുവെക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്ട്രോങ് റൂമിൽ നിലവിലില്ല എന്നുള്ളതാണ് വിജിലൻസ് ഈ പീഠം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞൊരു കഥയുണ്ടല്ലോ, ഞാൻ പീഠം കൊടുത്തു എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂം പരിശോധന നടത്തി. ഇതൊക്കെ മനുഷ്യർക്കറിയാം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് അബിൻ വർക്കി, അവിടെ എന്തൊക്കെയുണ്ട് എന്നറിയില്ല എന്ന് പറഞ്ഞത് കോടതിയാണ്. ഞാൻ അങ്ങനെയല്ലേ അരുണയെ പറഞ്ഞത്? മറ്റെന്തെങ്കിലും പറഞ്ഞോ? വീട്ടിൽ നിന്നാണല്ലോ കിട്ടിയത്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? ഒറ്റ മിനിറ്റ്. ഹൈക്കോടതി സുവമോട്ടോ അല്ല, താങ്കൾ തെറ്റിദ്ധരിപ്പിച്ച ഒരു വാചകമുണ്ട്. ഹൈക്കോടതി സുവമോട്ടോ കേസെടുക്കാൻ എന്താ കാരണം? ഞാൻ കൊടുത്ത 2 താങ്ങുപീഠം ഈ ശബരിമലയുടെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നുവെന്നും അത് മോഷണം പോയി എന്നും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ കേസ് ഈ ചർച്ചയായിട്ട് തന്നെ വന്നത്. ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തല്ലോ. ദേവസ്വം ബോർഡ് കൊണ്ടുപോയി പാളികൾ ദേവസ്വം ബെഞ്ച് അറിയാതെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി എന്ന കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി സുവമോട്ടോ പ്രകാരം കേസെടുക്കുന്നത്. ആ കേസൊക്കെ എടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം ഈ പറയുന്ന പീഠത്തിന്റെ കാര്യം കൂടി പറയുന്നത്, പുതിയ വെളിപ്പെടുത്തലായി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം സ്ട്രോങ് റൂമുകൾ അടക്കം തുറന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ സ്ട്രോങ് റൂമും തുറന്നുള്ള പരിശോധന വിജിലൻസ് നടത്തി. അവിടെ പീഠവും ഉണ്ടായിരുന്നില്ല, അവിടെ പാളിയും ഉണ്ടായിരുന്നില്ല. പീഠം പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിലൊന്നും ആർക്കും ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. ഇതിലൊന്നും ആർക്കും ഇവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, സാധ്യവുമല്ല.